ആ ഫ്ലൈറ്റ് അപകടത്തിൽ മരിച്ച സ്ത്രീനെ അധിക്ഷേപിച്ച തഹസിൽദാറിനോടാ പറയുള്ളത്. പുറം നാടുകളിലേക്ക് ജോലിക്ക് പോകുന്ന ആൾക്കാരോട് നിങ്ങൾ ഈ കാണിക്കുന്ന മനോഭാവം, ഈ പുച്ഛ മനോഭാവം, അതത്ര നല്ലതല്ല. അന്യന്റെ സാധാരണക്കാരന്റെ നികുതിപ്പണം കൊണ്ട് ആ കസാരയിൽ ഇരുന്നിട്ട് തിന്ന് വീർത്ത നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ അവന്റെ എന്തെങ്കിലും ആവശ്യം വന്ന് പറയുമ്പോ കൈക്കൂലി മേടിച്ചും അവനെ പിഴിഞ്ഞിട്ടും ഈ പൈസ ഉണ്ടാക്കുന്ന നിങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് മനസ്സിലാവില്ല. സാധാരണക്കാരന്റെ വിഷമം മനസ്സിലാവില്ല. കുടുംബം പോറ്റാൻ കഷ്ടപ്പെടുന്നതിന്റെ വിഷമം മനസ്സിലാവില്ല. നിങ്ങൾ അവിടെ ഇരുന്നിട്ട് ഒരു ഒപ്പിടണമെങ്കിൽ നിങ്ങൾ പറയുന്ന ഒപ്പിന് കുപ്പിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടുകെട്ടുകളും കിട്ടിയാൽ മാത്രം ചലിക്കുന്ന നിങ്ങളുടെ പേനകളുണ്ടല്ല, അതുപോലെയല്ല സാധാരണക്കാരന്റെ ജീവിതം. ചിലപ്പോ അന്നന്ന് ജീവിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുന്ന ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ അവന് സ്വയം ഒരു ജീവിതം മെച്ചപ്പെടുത്താൻ ചിലപ്പോൾ പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നതായിരിക്കും. അത് നിങ്ങളെ പോലത്തെ ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഈ പല്ലിമൂത്ത് ഓന്താവുക എന്ന് പറയില്ലേ, അതേപോലത്തെ ആൾക്കാരങ്ങളൊക്കെ. നിങ്ങളൊന്നും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇരിക്കാനേ അർഹരല്ല. നിങ്ങളൊന്നും സസ്പെൻഡ് അല്ല. നിങ്ങൾക്ക് ഇനി അങ്ങനത്തെ ഒരു ജോലി പോലും കെട്ടാത്ത രീതിയിൽ ഡിസ്മിസ് ചെയ്ത് കളയണം, മാർക്ക് ചെയ്ത് കളയണം. ഈ പേഴ്സൺ ഇങ്ങനത്തെ ജോലിക്ക് എലിജിബിൾ അല്ല എന്ന് അടിവരയിട്ട് പറയണം. ഒരു സ്ഥലത്തും ഇങ്ങനത്തെ ആൾക്കാരൊന്നും എടുക്കരുത്. ഈ ജാതി മനോഭാവമുള്ള നികൃഷ്ട ജീവികളുടെ മനോഭാവമുള്ള ആൾക്കാരൊന്നും ഒരു സ്ഥലത്തും ജോലിക്ക് വെക്കരുത്. അത് ഈ തലമുറയ്ക്ക് കൊടുക്കുന്ന നല്ല സന്ദേശമല്ല. നിങ്ങൾ സർക്കാരുകളൊന്നും ഇങ്ങനത്തെ ആൾക്കാരനൊക്കെ ഡിസ്മിസ് ചെയ്ത് കളി. എന്തിനാണ് ഇങ്ങനത്തെ ആൾക്കാരനൊക്കെ നിങ്ങൾ വെച്ചിരുന്നിട്ട്? ഇന്നിപ്പോ ഈ സസ്പെൻഷൻ എന്താ? അയാൾക്ക് അയാളുടെ ശമ്പളം കിട്ടും അവിടെ. എന്തേലും മാറ്റണ്ട. അതൊക്കെ ആൾക്കാരെ കണ്ണി പൊടിയിടാൻ വേണ്ടിട്ടാ. മരിച്ചുപോയ ആൾക്കാരനെയാണ് ഈ പറയണത്. ഈ ആൾക്കാരൊക്കെ ഇവർക്ക് എന്താ മരണം വരില്ലേ? ഇവരൊക്കെ എന്താ ചിരഞ്ജീവികളാ? ഇവർക്കും അപകടങ്ങൾ വരാം. ഇവരും ജീവിതം നാളെ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇല്ലാതിരിക്കട്ടെ കാര്യങ്ങള്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഒന്ന് ചിന്തിച്ചിട്ട് വാക്കുകൾ പറയാ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുമ്പോഴൊക്കെ. അപ്പൊ എന്തായാലും നിങ്ങളെ പരിപാടികൾ നടക്കട്ടെ. നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ചെതറട്ടെ.